ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഇൻഷുറൻസ് കമ്പനിയുടെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പലപ്പോഴും 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് കാൽക്കുലേഷൻ ഓഫ് നെറ്റ് പ്രീമിയം എന്ന് പറഞ്ഞിട്ട്. ഈ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു ഫോർമാറ്റ് കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് വളരെ ചെറിയൊരു ഫോർമാറ്റ് ആണ്. ഈ ഒരു ഫോർമാറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നെറ്റ് പ്രീമിയം കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടുള്ള ഫോർമാറ്റ് എന്താണെന്ന് നോക്കാം. ആദ്യം പ്രീമിയം റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ. നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ പ്രീമിയം എത്രയാണ്, ബിസിനസിന്റെ ഇൻകം ആണല്ലോ, ആ പ്രീമിയം എത്രയാണ് കിട്ടിയത്, അത് നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം അറ്റ് ദ എൻഡ്, ഈ നിലവിലുള്ള ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിൽ വല്ല ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഉദാഹരണം, നമുക്ക് പ്രീമിയം കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുള്ളത് ഒരു 4,50,000 രൂപയാണെന്ന് കരുതുക. ഓക്കെ, ശേഷം ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം ഈ വർഷം അവസാനം നമുക്ക് കിട്ടാനുള്ള പ്രീമിയം ഒരു 12,000 രൂപ ഉണ്ട് എന്ന് കരുതുക, 12,000. ഓക്കെ, ഇനി ആഡ് റീ ഇൻഷുറൻസ് പ്രീമിയം റിസീവ്ഡ് ഡ്യൂറിങ് ദി ഇയർ. റീ ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയുടെ അടുത്തുനിന്ന് ഇൻഷുറൻസ് പ്രീമിയം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് അവരുടെ ഇൻഷുറൻസ് പ്രീമിയം എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ഇൻഷുറൻസ് പ്രീമിയം. റീ ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനികളും തമ്മിലുള്ള ഡീലിങ്സ് ആണ്. അവിടെ നമുക്ക് വരുന്ന എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഞാൻ തൽക്കാലം അവിടെ ഒരു 1,00,000 ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശേഷം ഇനി ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയത്തിന് പിന്നെ എന്തെങ്കിലും റിഡക്ഷൻ എന്നുള്ള രീതിയിൽ വല്ല ബോണസും കൊടുത്തിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ അത് പ്രീമിയത്തിൽ ഇൻകം ആയിട്ട് വരേണ്ട ഒരു ഐറ്റാണ്. അതുകൊണ്ട് തന്നെ അത് ബോണസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യണം. ആക്ച്വൽ ഇൻകം എന്താണെന്ന് അറിയുന്നതിന് ഭാഗമായിട്ട് അത് നമ്മൾ ആഡ് ചെയ്യണം. ഉദാഹരണം, ഞാനൊരു 15,000 രൂപ അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നോക്കാം, ഈ തന്ന എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ടോട്ടൽ നമ്മളിവിടെ താഴെ റെക്കോർഡ് ചെയ്യാം. പ്രീമിയം റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം അറ്റ് ദ എൻഡ്, റീ ഇൻഷുറൻസ് പ്രീമിയം റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ, അതുപോലെ തന്നെ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്നുള്ള രീതിയിൽ ഈ 4 ഐറ്റം നമ്മൾ ആഡ് ചെയ്ത് ടോട്ടൽ എമൗണ്ട് അടുത്ത കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് വെക്കുക. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം അറ്റ് ദ എൻഡ് നമ്മൾ ആഡ് ചെയ്തെങ്കിൽ സ്വാഭാവികമായിട്ടും ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം അറ്റ് ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്കത്തിൽ കിട്ടാനുള്ള പൈസ എന്ന് പറഞ്ഞാൽ എന്താ, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ പൈസയാണ്. അത് സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, കുറക്കണം. നമ്മളൊരു 24,000 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെയും വന്നിട്ടുണ്ടെങ്കിൽ അത് കുറക്കാം. പിന്നെ റീ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ റീ ഇൻഷുറൻസ് പ്രീമിയം റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ നമ്മൾ കണ്ടിരുന്നു. അതെന്താണ്, മറ്റൊരു പിന്നെ റീ ഇൻഷുറൻസ് ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും നമ്മൾ പ്രീമിയം സ്വീകരിക്കുന്നതാണ്. അതേപോലെ നമ്മളൊരു പക്ഷേ മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മളെ കമ്പനിയെ ഇൻഷുർ ചെയ്തിട്ടുണ്ടാവും. അത്തരം സാഹചര്യം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻഷുറൻസ് നമ്മൾ മറ്റൊരു കമ്പനിയിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, കൊടുക്കുന്നുണ്ടാവും. അത്തരം സമയങ്ങളിൽ റീ ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ പേ ചെയ്യും. അതിനെയാണ് റീ ഇൻഷുറൻസ് സീഡഡ് എന്ന ടേമും നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഉദാഹരണം, അതൊരു 1,25,000 രൂപ ഉണ്ട് എന്ന് കരുതുക. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ 5,75,000 നിന്നും ഈ 24,000 1,25,000 കുറച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 4,28,000 എന്ന് പറയുന്നത്. ഇതാണ് ഇൻഷുറൻസ് പ്രീമിയം നെറ്റ് നമ്മൾ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് പലപ്പോഴും 5 മാർക്കിലൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് കാണാം. ഇതാണ് ക്വസ്റ്റ്യൻ പ്രോബ്ലം. നമുക്ക് കാണാം, ദ ഫോളോയിങ് ഡാറ്റ റിലേറ്റഡ് ടു പ്രീമിയം ഓഫ് ഇൻഷുറൻസ് കമ്പനി ഓൺ 31st March 2020. ഡയറക്റ്റ് പ്രീമിയം റിസീവ്ഡ് 5 ലക്ഷം പ്രീമിയം റിസീവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബിഗിനിങ്ങിലുള്ള പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് 1/4/2019 പറഞ്ഞ പ്രീമിയം അറ്റ് ബിഗിനിങ് ആണ് 50,000 രൂപ ഉണ്ട്, 50,000. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31st March 2020 അറ്റ് ദി എൻഡിലുള്ളതാണ് 1,00,000. റീ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ആണ്, അതാണ് സീഡഡ്. ഓക്കെ, റീ ഇൻഷുറൻസ് പ്രീമിയം റിസീവ്ഡ് 40,000 വേറെ കാണുന്നുണ്ട്. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം, ആ എമൗണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം എന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്, ഡയറക്റ്റ് പ്രീമിയം റിസീവ്ഡ് 5,00,000 ഇതാ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തു. ശേഷം ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ആണ് ഈ 1,00,000 കാണുന്നത്, അത് ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ. പിന്നെ റീ ഇൻഷുറൻസ് പ്രീമിയം റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 40,000 ഇത് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറഞ്ഞിട്ട് 15,000 രൂപ അതും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഈ 5 ലാക്ക് 1 ലാക്ക് 40,000 15,000 എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6,55,000 കാണുന്നുണ്ട്. അത് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തു. ഇനി അറ്റ് ദ ബിഗിനിങ്ങിലുള്ള പ്രീമിയം എത്രയാണ്, 50,000 രൂപയാണ്. 50,000 രൂപ 50,000 നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്തു. ശേഷം റീ ഇൻഷുറൻസ് സീഡറിന്റെ ഭാഗമായിട്ടുള്ള പെയ്ഡ് എമൗണ്ട്, റീ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് 20,000, അതും നമ്മൾ ഈ 6,55,000 നിന്ന് 70,000 രൂപ 50,000 20,000 കുറച്ച് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് നെറ്റ് പ്രീമിയം 5,85,000 കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എക്സാം 18-ാം തീയതിയാണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോവുക. 5 മാർക്കിന് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.